ഹായ് ഫ്രണ്ട്സ് ടൊരട്ട് പോവാം. ഹീറോൻ്റെ ചേട്ടൻ പറയായിരുന്നു, പ്രിയ നമുക്ക് ചുമ്മാ കുറങ്ങി വരായിരുന്നു, എല്ലാവരും പോകുകൊണ്ട് പറയായിരുന്നു. ഹീറോയുടെ മമ്മി ഡാഡി ശരി ഓക്കെ പോയിട്ട് വാ എന്ന് പറയായിരുന്നു. അമ്മ അച്ഛൻ നിങ്ങൾ വരുന്നില്ല എന്ന് പറയുന്നു. ഹീറോയുടെ മമ്മി ഡാഡി ഇല്ലടാ അത് എന്ന് പറയുന്നു. വാ ഡാഡി എന്ന് പറഞ്ഞു. ഹീറോയിൻ ഡാഡിയോട് പറയുന്നു ശരി ഓക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അതെല്ലാം ഫാമിലിയായി ട്രിപ്പ് പോയായിരുന്നു. ഹീറോയിന് ഗ്രാൻഡ് പ ഗ്രാൻഡ് പറയായിരുന്നു, ഞാനിനിപ്പോൾ ട്രിപ്പ് വരുന്നത് എന്നിട്ട് ഗ്രാൻഡ് പ വയസ്സ് കാലത്ത് എണ്ണി എടുക്കുമ്പോൾ വരുന്നതെന്ന് പറയായിരുന്നു. അപ്പോൾ എന്തിനാ മമ്മി പറയുന്നതെന്ന് പറയുന്നത്. ഇല്ലപ്പാ ഹീറോയുടെ മമ്മി ഡാഡി പറയുന്നപ്പാ നിങ്ങൾ പോയിട്ട് വാ എന്ന് പറയുന്നത്. എന്താ മോൻ പറയുന്നത്. ശരി ഓക്കെ ചേട്ടാ അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് കൊറിയയിലൊക്കെ ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ പീറ്റേഴ്സ് മെമ്പർ യഥാർത്ഥ പറയുന്നു. അവർ 7 പേര് വരുന്നു. സമാധാനമായി പറഞ്ഞു. അങ്ങനെയായിട്ട് അവർ 7 പേരുന്നിട്ട് അവർക്ക് ടെൻഷനായിരുന്നു. അപ്പോൾ എന്താ ചെയ്യുന്നത് പറയായിരുന്നു. അങ്ങനെയായിട്ട് അവർ സമാധാനമായിട്ട് ശരി ഷോപ്പിംഗ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇതാക്കായിരുന്നു. ജിമ്മിന് പറയുന്നു ഞാൻ കുറച്ച് ജിമ്മിന് പറയായിരുന്നു കുറച്ച് ഷോപ്പിംഗ് ചെയ്തിട്ട് വരാജു എന്ന് പറയായിരുന്നു. ജിൻ പറയായിരുന്നു നീ പോയാവല്ല എന്താ നീ കൂടെ പോടാ, ഇവന് പോയാ ഇവൻ എന്ത് ചെയ്യുന്ന അറിയില്ല എന്ന് ആറാമ്മയോട് പറയാം. ശരി ഞാൻ കൂടെ വരാം. ജിമ്മിന് പറയുന്നു ശരി എൻ്റെ കൂടെ ഇവിടെ രണ്ടാൾ വരാം. ജങ്കുക്ക് എന്ന് കാലഘട്ടമായിരുന്നു. ജങ്കുക്കിനെ നോക്കിയിട്ട് ആറാം പറയുന്നു നീ വേണ്ടപ്പാ നീ ഇവിടെ ഇരുന്ന് ജിമ്മിന് ഞാൻ പോയിട്ട് വരാമായിരുന്നു. അങ്ങനെ ജിമ്മിനും രണ്ടാളും വെളിയിൽ വന്നായിരുന്നു. അങ്ങനെ അവരെല്ലാം ഇത് ചെയ്യാൻ തുടങ്ങി, ഷോപ്പിംഗ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ആറാം പറയുന്നു ശരി നീ കുറച്ച് ഷോപ്പിംഗ് ചെയ്യുന്നു പറയുമായിരുന്നു. അപ്പോൾ ഹീറോ ഉണ്ടായിരുന്നു. ഹീറോ പറയായിരുന്നു ശരി ഓക്കെ നിശ്ചയിച്ചിട്ട് ഇതെല്ലാം ഷോപ്പിംഗ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ആറാം നോക്കുമ്പോൾ ഹീറോയിനെ കണ്ട് ഷോക്കായിരുന്നു ആറാമുക്ക്. എന്താ എന്നുള്ള ആറാം ഷോക്കായ ജിമിൻ കേൾക്കായിരുന്നു. എന്താ വെച്ചാൽ അങ്ങോട്ട് നോക്കുമെന്ന് പറഞ്ഞു. ജിമിന് വീട് തീർച്ചയായിരുന്നു. ഹീറോയിനെ കണ്ട് ഷോക്കായിരുന്നു. ഹീറോ എന്ത് ചെയ്യാം അങ്ങനെ ഹീറോ ചിരിച്ചിട്ട് ഫ്രണ്ട്സ് കൂടെ ഇരുന്ന് ചിരിച്ചിട്ട് എല്ലാം ഇത് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. ശരി നല്ല പ്ലേസ് ആണല്ലേ അത് എന്ന് പറഞ്ഞ് ഹീറോ ചിരിച്ച് പറയായിരുന്നു. ആറാമ ജിമ്മിന് ഫോളോ ചെയ്യാൻ തുടങ്ങി ഷോപ്പിംഗ് പറയായിരുന്നു. അപ്പോൾ ഷോപ്പിംഗ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അവർ രണ്ടുപേരും ഫോളോ ചെയ്യാൻ തുടങ്ങി. ഒരു വോയിസ് കേട്ടായിരുന്നു. ജങ്കുക്കായിരുന്നു. ആറവും ഷോക്കായിരുന്നു. ജങ്കുക്ക് ജേഹോപ്പും ഉണ്ടായിരുന്നു. അത് മാത്രം വി ഉണ്ടായിരുന്നു. അപ്പോൾ ജേഹോപ്പ് നോക്കിയിട്ട് ആറം പറഞ്ഞ് ഇവരുടെ അടുത്തോട്ട് പോയി ഷോപ്പിംഗ് ഞാനൊരു ഫോളോ ചെയ്തിട്ട് വരാം, എനിക്ക് കുറച്ച് ജോലി ഉണ്ടോ നിൽക്കറിയില്ല ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. അവർ ഷോപ്പിംഗ് അതിൻ്റെ അടുത്തോട്ട് പോയാൽ ആറാം പറയായിരുന്നു വാച്ച്മിൻ ഡ്രൈവ് ചെയ്യും. അത് മനസ്സിലായി. ഹീറോയിനെ ഫോളോ ചെയ്ത് തുടങ്ങി. ഹീറോ എവിടെ ഉള്ളത് എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞായിരുന്നു. അതുമാത്രമല്ല ഹീറോയിനെ സംസാരിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല ഹീറോയിൻ്റെ അടുത്ത് ഒരു ബോയ് ഉണ്ടായിരുന്നു. ഇത് എടുത്തത് അവരൊരു ക്ലോസ് ആയിട്ട് ഹീറോയിനെ എടുത്തിരിക്കുക. അത് കാണുമ്പോൾ അവർക്കെല്ലാം ഒരു ജിമ്മിനിക്കും ആറാമൊക്കെ ജലസാണ്. ജിമ്മിനിക്ക് ആറാമൊക്കെ ജലസം തുടങ്ങി. ആരും ഇവൻ എന്ന് പറഞ്ഞു ഭയങ്കര ടെൻഷനായിരുന്നു. അത് ഹീറോയിൻ്റെ ക്ലാസ്മേറ്റായിരുന്നു. ബോയായിരുന്നു. സംസാരിക്കുമായിരുന്നു. നീ എന്തപ്പാ വന്നു. ഇല്ലടാ ഞാൻ ട്രിപ്പ് വരുന്നത് ഹീറോയിനോട് പറയായിരുന്നു. അജയ് പറയുന്നു ഞാനും കൂടെ വരാം പ്രിയ എന്ന് പറയുന്നത്. ഹീറോയിനെ കൂടെ ഓടിക്കുക. ഇത് ആറമ്മക്ക് ടെൻഷനായിരുന്നു. അജയ് ഫോട്ടോ എടുത്തായിരുന്നു, പോസ്റ്റ് കൊടുത്തായിരുന്നു. എല്ലാവർക്കും ഫോൺ വന്നു. എന്തായിരുന്നു പറയായിരുന്നു. ഷാക്കായിരുന്നു. ഇവിടെ ഇപ്പോൾ വന്നു എന്ന് പറഞ്ഞ് അവർ ഓർഡർ ആറാം പറയായിരുന്നു. അങ്ങനെ അഡ്രസ്സ് പറയണമെന്ന് പറയുന്നു. അങ്ങനെ ഫോളോ ചെയ്ത് തുടങ്ങിയായിരുന്നു. ആറമ്മക്കെല്ലാം കേൾക്കായിരുന്നു. ആറാം പറയായിരുന്നു. അങ്ങനായിട്ട് അവിടെ ഒരു കോഫി ഷോപ്പായിരുന്നു. അപ്പോൾ ആറും ഫോൾസിട്ട് ബുക്ക് ചെയ്യാം. എന്താ സെർച്ച് ചെയ്യാം. ഞാൻ പ്രൊപ്പോസ് ചെയ്യാൻ പോകാമെന്ന് പറയുന്നത്. ആറാവും ഷോക്കായി. എൻ്റെ ഗേൾ ഫ്രണ്ട്ക്ക് ഞാൻ മാരേജ് പ്രൊപ്പോസ് ചെയ്യാമെന്ന് പോകുന്നു. എൻ്റെ ഗേൾ ഫ്രണ്ടാ ഇല്ലപ്പാ ഗേൾഫ്രണ്ട് മതി. ഞാൻ മാരേജ് പ്രൊപ്പോസ് ചെയ്യാം. ഞാൻ മാരേജ് പ്രൊപ്പോസ് ചെയ്യാൻ പോവാം എന്നിട്ട് പറയാം. ഇത് ആറൊക്കെ ടെൻഷനായിരുന്നു. അതുമാത്രമല്ല അവർ ഇങ്ങനെയായിട്ട് ബാക്കി 7 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. 7 പേർക്ക് ജോലി വന്ന ടെൻഷനായിരുന്നു. എന്താ പ്രൊപ്പോസ് ചെയ്യാൻ പോവാം. എവിടെ പ്രൊപ്പോസ് ചെയ്യുന്നത്. ബീച്ച് ഇടാന്ന് പറയുന്നു. റെസ്റ്റോറൻറ്റ് ശരി നാളെ വരാം എല്ലാം റെഡി ആയിട്ടുണ്ടാവും എന്ന് പറയുന്നിട്ട്. ശരി സാർ റെഡി ആയിട്ടുണ്ടാവും എന്ന് പറയുന്നു. എല്ലാവരും ശരി നോളല്ലേ ശരിയാക്കാമെന്ന് പറഞ്ഞ് അവർ ടെൻഷനായിരുന്നു. അങ്ങനെ ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് ആ റെസ്റ്റോറൻറ്റ് പറഞ്ഞത് 6 മണിൻ്റെതായിരുന്നു. 6 മുറയ്ക്കായിരുന്നു റെസ്റ്റോറൻറ്റ്. സാർ എന്ന് പറയുന്നു. ശരി ഒരാളുണ്ടാവുമല്ലോ മനസ്സിലായോ, അവർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നെ 6 പറയായിരുന്നു. ശരി ഓക്കെ സാർ എന്ന് പറയുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ എന്തിനാ രാഹുൽ വിളിച്ചത് എന്നെ ഹീറോയ്ക്ക് കേൾക്കായിരുന്നു. രാഹുൽ എന്നെ വിളിച്ചത് കേൾക്കായിരുന്നു.
രാഹുൽ ഹീറോയ്ക്ക് പ്രൊപ്പോസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹീറോ ഷാക്കായിരുന്നു രാഹുലിനെ നോക്കായിരുന്നു. രാഹുൽ ഹീറോയ്ക്ക് മാരേജ് പ്രൊപ്പോസ് ചെയ്തായിരുന്നു. രാഹുൽ എന്ന് പറഞ്ഞ ഹീറോ ഷാക്കായി രാഹുൽ നോക്കാം. രാഹുൽ ഹീറോയ്ക്ക് പ്രൊപ്പോസ് ചെയ്തായിരുന്നു. അതെ, അറസ്റ്റ് എടുത്തിട്ട് അതെ നൈറ്റായിരുന്നു, അല്ല രാവിലെയാണ് ഹീറോയ്ക്ക് പ്രൊപ്പോസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹീറോ ഷോക്കായിരുന്നു. അങ്ങനെ രാഹുൽ പറഞ്ഞേക്ക് അത് സെറ്റാണ് രാഹുൽ എന്ന് പറയായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ ഇത് കണ്ട് ഷോക്കായിരുന്നു. എന്താണ് നടക്കുന്നത്? പിന്നെ PTS നമ്പർ വരുന്നത് കണ്ട് ഷോക്കായിരുന്നു. കാറ് വരുന്നത് കണ്ട് ഹീറോയിൻ്റെ ചേട്ടൻ പറയുന്നു, കാറ് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഷോക്കായിട്ട് നോക്കായിരുന്നു ഹീറോയിൻ്റെ ചേട്ടനെ. ആഹാ, അങ്ങനെ ഓർന്നല്ല ഇറങ്ങിയിട്ട് വരുമ്പോൾ ഹീറോയിൻ്റെ ചേട്ടൻ മനസ്സിലായി. ശരി ഇവരായിരുന്നു ഹീറോയ്ക്ക് പ്രൊപ്പോസ് ചെയ്യുന്നതെല്ലാം അവർ നോക്കായിരുന്നു. ഇറങ്ങിയിട്ട് വരുന്നത് ഹീറോയിൻ്റെ ചേട്ടൻ അവരുടെ നോക്കായിരുന്നു. അപ്പോൾ അവർ പ്രൊപ്പോസ് ചെയ്തത് ഹീറോയിൻ്റെ ചേട്ടനൊക്കെ അവളുടെ മനസ്സിലായി. ഹീറോയിൻ്റെ ചേട്ടനൊക്കെ ഷോക്കായിരുന്നു. ഓഹോ, എന്താ നടക്കുന്നത് എനിക്കറിയില്ലപ്പാ എന്ന് പറഞ്ഞ് ഹീറോയിൻ ചേട്ടൻ പറയായിരുന്നു. അങ്ങനെ ഹീറോയിന് പ്രൊപ്പോസ് ചെയ്യുന്ന കൈ കൊടുത്തിട്ട് അതെ റിങ്ങോടെ ആ റിങ് ഹീറോയിൻ്റെ കൈക്കിടാൻ പോയായിരുന്നു. അപ്പോൾ റിങ്ങിൽ ജിന്ന് വന്ന് പിടിച്ചായിരുന്നു. ആരെയും എന്താ കേൾക്കായിരുന്നു. എന്താ എൻ്റെ വൈഫ്ക്ക് നീ പ്രൊപ്പോസ് ചെയ്യോ എന്ന് പറയായിരുന്നു. എന്താ വൈഫാ? യെസ് ഈസ് മൈ വൈഫ് എന്ന് പിടിച്ച് ഹീറോയുടെ ജിൻ പിടിച്ച് പോസ്റ്റ് കിസ് തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് എന്ന് പറയായിരുന്നു. അതായത് നീ നീ കേൾക്കായിരുന്നു. ജിന്ന് പറയായിരുന്നു. എന്താ നീയാന്ന് പറഞ്ഞു ഹീറോ ഷാക്കായിരുന്നു. പിടിച്ച് കിസ് ചെയ്തായിരുന്നു. അവിടേക്ക് വ്യക്തമായി വേണമായിരുന്നു. അത് ജിന്നെ ഹീറോയിനെ തൂക്കിയിട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയുടെ ചേട്ടൻ പറയായിരുന്നു, എന്താ നടക്കുന്നിവിടെ? ജിൻ 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 കണ്ടിട്ട് ഹീറോ ചേട്ടക്ക് മനസ്സിലായിരുന്നു. രാഹുൽ പറയുന്നു, എന്താ നടക്കുന്നത്? എന്താ രാഹുൽ പറയുന്നു. രാഹുലിനോട് പറയുന്നു ഹീറോയുടെ ചേട്ടൻ. അർജുൻ പറയുന്നു, എന്താപ്പാ നിനക്ക് വേറെ കണ്ണ് കാണുന്നില്ലപ്പാ, നീ വേറെ ആർക്കോ ഇല്ല പൂജയ്ക്ക് ഇല്ല ആർക്കോ പ്രൊപ്പോസ് നിശ്ചയല്ലടാ ഞാൻ. നീ പോയിട്ട് മാരേജ് ഗേൾക്കാണ് പ്രൊപ്പോസ് ചെയ്തത്. എന്താ മാരേജാ? അതേപ്പാ ഹസ്ബൻഡ് ഇനി ഇവിടെ മാത്രമാണ് ഇനി ഇവൾക്ക് അറിഞ്ഞ ഹസ്ബൻഡ് ബാക്കിയൊക്കെയല്ല എന്നെ പറയുന്നത്. ഈ മാരേജ് പ്രൊപ്പോസ് ചെയ്തത് ഇവളെ പറഞ്ഞു നടക്കുന്നത് കണ്ട് അവർക്ക് ടെൻഷനായി. ഇനി എന്ത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയായിരുന്നു. പിന്നെ ഹീറോയിന്